ഇംഗ്ലീഷ് വിത്ത് എസ് കെ എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആർട്ടിക്കിൾസ് ഡെഫിനിറ്റ് ആർട്ടിക്കിളായ ദ എന്നതിനെ സംബന്ധിച്ചാണ് പഠിച്ചത്. അതിലെ ചില 2 പോയിന്റുകൾ കൂടി ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം. വരും, എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ആർട്ടിക്കിൾസിൽ ഡെഫിനിറ്റ് ആർട്ടിക്കിളായ ദ എന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടതായ ചില കാര്യങ്ങൾ കൂടിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയാൻ പോകുന്നത്. എന്താണ് നോക്കാം. ഡെഫിനിറ്റ് ആർട്ടിക്കിളായ ദ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കണം എന്ന് പരിചയപ്പെടണം. നെയിംസ് ഓഫ് റിവേഴ്സ്, സീസ്, ഓഷൻസ്, ഗൾഫ്സ്, കനാൽസ്, സ്ട്രെയ്റ്റ്സ് എന്നിവയെ കുറിച്ച് പറയുമ്പോൾ അവയുടെ പേരിന് മുന്നിൽ ദ എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കണം. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഗാഞ്ചസ്, ഗാഞ്ചസ് എന്നതിന് മുൻപായിട്ട് ദ ഗാഞ്ചസ് എന്ന് ഉപയോഗിക്കണം. പനാമ കനാൽ, അതിന് മുന്നിലായിട്ട് ദ എന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കണം, ഡെഫിനിറ്റ് ആർട്ടിക്കിൾ. അറേബ്യൻ സീ എന്നതിന് മുൻപായി ദ എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കണം. ഇന്ത്യൻ ഓഷൻ എന്നതിന് മുൻപായി ദ എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കണം. പാക് സ്ട്രെയ്റ്റ്സ്, സ്ട്രെയ്റ്റുകൾ, അതിന് മുൻപിലായിട്ട് ദ എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കണം. പേർഷ്യൻ ഗൾഫ്, അതിന് മുൻപിലായിട്ട് ദ എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കണം. എന്താണ് ഇത് സൂചിപ്പിക്കുന്നത്? ഇത് ഒന്ന് മാത്രമേ ഉള്ളൂ എന്നതാണ് അതിന്റെ പ്രത്യേകത. ഗാഞ്ചസ്, അതിന് മുന്നിൽ ദ. അറേബ്യൻ സീ, ഒരു അറേബ്യൻ സീ ആണുള്ളത്, അതിന് മുന്നിലായിട്ട് ദ എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ. ഇന്ത്യൻ ഓഷൻ, ഒരൊറ്റ ഇന്ത്യൻ ഓഷൻ മാത്രമേ ഉള്ളൂ, അതിന് മുന്നിലായിട്ട് ദ എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ. ഇങ്ങനെ ഇത്തരത്തിൽ റിവേഴ്സിനെ കുറിച്ചോ സീസ്, ഓഷൻസ്, ഗൾഫ്സ്, കനാൽസ്, സ്ട്രെയ്റ്റ്സ് എന്നിവയെ കുറിച്ച് പറയുന്നിടത്തെല്ലാം നാം ദ എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കണം. മറ്റൊരു ഉദാഹരണം കൂടെ നോക്കാം. മൗണ്ടെയിൻ റേഞ്ചസിന്റെ പേരുകൾ സൂചിപ്പിക്കുന്ന സ്ഥലത്ത്, അതുപോലെ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സിനെ കുറിച്ച് പറയുന്ന സ്ഥലത്ത് ദ എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കണം. അപ്പൊ ദ എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥലമാണ് എന്താ, ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സിനെ കുറിച്ച് പറയുമ്പോൾ, അതുപോലെ തന്നെ മൗണ്ടെയിൻ റേഞ്ചസിനെ കുറിച്ച് പറയുമ്പോൾ മൗണ്ടെയിൻ റേഞ്ചസിനെ കുറിച്ചും അതേപോലെ തന്നെ എന്താ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സിനെ കുറിച്ച് പറയുന്ന സ്ഥലത്ത് ദ എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യണം. അതിന് എക്സാമ്പിൾ നോക്കാം. ഹിമാലയാസ്, ഹിമാലയാസ് എന്നതിന് മുന്നിലായിട്ട് ദ എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യുന്നു. ആൽപ്സ്, പർവ്വതനിരകളാണ്, ആൽപ്സ് എന്നതിന് മുന്നിലായിട്ട് ദ എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യുന്നു. ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്, ഇതെന്താ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് ആണ്, അതിന് മുന്നിൽ ദ എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യുന്നു. ഇങ്ങനെ ചില പ്രത്യേക പോയിന്റുകൾ മാത്രമായി നമ്മൾ ആർട്ടിക്കിൾസിന്റെ ഉപയോഗത്തെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവിധമായ മത്സര പരീക്ഷകൾക്കും സ്കൂൾ വിദ്യാർത്ഥികൾക്കും എല്ലാ തരത്തിലുള്ള പഠിതാക്കൾക്കും ഈ ക്ലാസ് വളരെ ഉപയോഗപ്രദമാകും. എല്ലാവരും ഈ ഇംഗ്ലീഷ് വിത്ത് എസ് കെ എന്ന ചാനൽ കേൾക്കുകയും കാണുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. അതോടൊപ്പം തന്നെ ക്ലാസ്സിനെ കുറിച്ചുള്ള കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കാതിരിക്കുക. എല്ലാവർക്കും എൻ്റെ ക്ലാസ് ശ്രമിക്കുന്ന മുഴുവൻ ആളുകൾക്കും നന്ദി.